വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മളിത് വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 മണിയായിട്ട് ഉണ്ടാവും. നമ്മളിത് ഒരു യാത്ര പോകുന്നതാണ്, വേറെ എവിടെയല്ല. നമുക്കൊരു ചെറിയൊരു സേവ് ദ ഡേറ്റ് പരിപാടിയുടെ ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്തായാലും ഞങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ചാച്ചാടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവളുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ പുതുവൈപ്പ് ബീച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേരും ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അതേപോലെ തന്നെ പയ്യനും അവിടെ എത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഒരു 7 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പോയത് കൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. ആരും തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതേ കൊക്കുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല പറക്കണം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മുടെ കൊച്ചിയിൽ മെയിനായിട്ട് ഇവിടെ ചെന്നാലും കാണുന്നതാണല്ലോ ഈ വേസ്റ്റും പ്ലാസ്റ്റിക് കവറിൻ്റെയൊക്കെ അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതെന്തായാലും വീഡിയോഗ്രാഫറിൻ്റെ ഭവനിൽ അതൊക്കെ മാറ്റിയെടുത്തോളൂ. മെസ്സിയാണെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ സമയത്ത് തന്നെ നമ്മുടെ ഒപ്പം തന്നെ എണീറ്റു. അപ്പോൾ അവൾക്ക് വന്നോന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉറക്കത്തിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേറെ വല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ബീച്ചിൽ വന്നിട്ട് ആരും ഇല്ലാതെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഇപ്പോൾ ബീച്ചിൽ പോയാലും നല്ല തിരക്കൊക്കെ ആയിരിക്കും, നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റൊന്നുമില്ല. ഇതിപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, മറ്റു മനുഷ്യരും പോലും ഉണ്ടായിരുന്നില്ല. ഷൂട്ടിങ്ങിന് വന്നേക്കണ കുറച്ച് പേരല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ നമുക്ക് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് റെൻറ്റിന് വാങ്ങിക്കാം. ഫ്ലവേഴ്സ് ആണെങ്കിലും ചെയേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഷൂട്ടിന് ടൈമിൽ വേണമെങ്കിൽ വാങ്ങിക്കാം. എന്നിട്ട് അത് റെൻറ്റിനാണ് അവർ തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് കൊടുത്താൽ മതി. നമുക്കിത് സേവ് ദ ഡേറ്റ് വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടേച്ചും വരാം. അതിനുശേഷം നമ്മൾ 1-2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആ വീഡിയോസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഒന്ന് കാണാം. അവര് ഭയങ്കര തകൃതിയായിട്ട് നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ റോളൊന്നുമില്ല. നമ്മൾ ഓണത്തിൻ്റെ ഇടയിൽ പൂട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഹെസാനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറക്കിയതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഹെസാനും കൂടി ഇറങ്ങി. പിന്നെ ഹെസാൻ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഹെസ എന്ത് ചെയ്താൽ വെള്ളത്തിൽ നിന്ന് കയറാൻ കുറച്ച് പാടാണ്. പിന്നെ ഞാനും പയ്യെ ഇറങ്ങിയായിരുന്നു. ഹെസാക്ക് ആദ്യം ചെറിയതായിട്ടൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഹെസാടെ വേണമെങ്കിൽ ഉടുപ്പൂരായിരുന്നില്ലേ? വെള്ളം വെള്ളം അതിനുശേഷം പിന്നെ ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി. ഞാനും ഹെസായും കൂടി ആയിരുന്നു പിന്നെ വെള്ളത്തിൽ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ദ ഡേ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ വീഡിയോസ് കാണാൻ അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് അഭിനയിക്കുന്നവരാണെങ്കിലും അതുകൂടാണ്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇത് ഇത്രയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലൊക്കേഷൻ മാറ്റിയാണ് ബീച്ചിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ അവിടെ കുറേ മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങളുടെ സൈഡിൽ പോയിട്ടുള്ള വീഡിയോസും കൂടി കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ ഫൈനൽ. അപ്പോൾ അതും കുറച്ചും കൂടി അവർ എടുക്കണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ട അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്ക് വേണ്ട വീഡിയോസ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സേവ് ദ ഡേറ്റ് പരിപാടിയൊക്കെ നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. നമുക്ക് ഇനി നെക്സ്റ്റ് ടാസ്ക് എന്നുള്ളത് ഫുഡ് കഴിക്കണം. വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ബീച്ചിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് നമ്മൾ താൽ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് മസാല ദോശയും പത്തിരിയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കാക്ക നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വരാണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഹെസ ഭയങ്കരമായിട്ട് ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കേണ്ടത് പയ്യനിക്കാണ്. നമ്മുടെ ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതുവെള്ളിയാഴ്ച പയ്യനിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചാച്ച നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി നമുക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഇപ്പോൾ പയ്യനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. നമ്മൾ നേരെ പോയത് ലെവീസിലെ ഷോറൂമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. എനിക്കതിൽ വലിയ റോളൊന്നുമില്ല. എനിക്ക് ബോയ്സിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങനെ കാര്യമായിട്ട് അറിയാനൊന്നും പാടില്ല. അപ്പോൾ അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ഇരുന്ന് കുറച്ച് എസായുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ. എസായ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓണായിരുന്നു. അവളെ ചെന്നിട്ട് ഫുൾ ഓടി നടക്കുകയായിരുന്നു. കൂടാണ്ട് അവിടെ മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. മിററിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് ഭയങ്കര കാര്യത്തിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡമ്മിയുടെ ഒപ്പം പോയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സേവ് ദ ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ പുതിയാപ്പിളക്ക് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.